ഗുഡ് നൈറ്റ് റിപ്പോർട്ടർ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് TU കുരുവിള അന്തരിച്ചു. ഏറെ നാളായി അസുഖബാധിതനായിരുന്ന അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം എന്നാണ് കരുതുന്നത്. ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം സജോയിലേക്ക് എത്താൻ കഴിയും. മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് TU കുരുവിള അന്തരിച്ചു. ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ ആശുപത്രിയിൽ. അതിനിടയിലാണ് മരണവാർത്ത നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത്. PS സർക്കാരിൽ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. 2006-ലും 2011-ലും കോതമംഗലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് വിജയിച്ച് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. അതിലൊരു തവണ മന്ത്രിയായി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിന്നീട് ആ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം, സംഭാവനകൾ, ഇതൊക്കെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയുക? സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ സജോ? റിജിത്ത്, കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു തലപ്പൊക്കമാണ് വിട പറഞ്ഞു പോകുന്നത് എന്നത് TU കുരുവിളയുടെ കാര്യത്തിൽ എടുത്തു തന്നെ പറയാൻ കഴിയും. കോതമംഗലത്തെ 2 തവണ കേരള നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. VS സർക്കാരിൽ മന്ത്രിയുമായി. ചുരുങ്ങിയ കാലയളവാണെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ചുമതലയും അദ്ദേഹം വഹിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം പരിശോധിക്കുകയാണെങ്കിൽ 70 കാലയളവുകളിൽ കോതമംഗലത്തെ കീരമ്പാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റായാണ് രാഷ്ട്രീയത്തിലെ തുടക്കം. പിന്നീട് അങ്ങോട്ടേക്ക് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ തലപ്പൊക്കമായിരുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്നാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഉന്നതാധികാര സമിതി അംഗമായിരുന്നു. മന്ത്രിയായത് VS സർക്കാരിലാണ്. അതായത് ജോസഫ് ഗ്രൂപ്പ് ഇടതുമുന്നണിയിലുള്ള ഘട്ടത്തിലാണ് അദ്ദേഹം മന്ത്രിയായത്. പിന്നീട് UDF-ലേക്ക് ജോസഫ് ഗ്രൂപ്പ് എത്തി. അങ്ങനെ സജീവമായി എല്ലാ കാലത്തും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എക്കാലത്തും PJ ജോസഫിനോടൊപ്പം ആഭിമുഖ്യം പുലർത്തിയ രാഷ്ട്രീയമാണ് അദ്ദേഹം പുലർത്തിയത്. ഒരു ഘട്ടത്തിൽ പോലും PJ ജോസഫിനോട് പിണങ്ങിപ്പോകുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടേ ഇല്ല എന്നത് മറ്റൊരു സവിശേഷതയാണ്. UDF രാഷ്ട്രീയത്തിലും LDF രാഷ്ട്രീയത്തിലും കേരള കോൺഗ്രസ് നിൽക്കുമ്പോൾ ആ ഘട്ടത്തിലെല്ലാം അദ്ദേഹം സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. VS സർക്കാരിന്റെ കാലത്ത് മന്ത്രിയുമായി. അന്ന് രാജകുമാരി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ പിന്നീട് ആ കേസിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് ലഭ്യമാവുകയും ചെയ്തു. 90 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി എക്കാലത്തും ഇടപെട്ടൊരു നേതാവ് കൂടിയാണ്. യാക്കോബായ സഭാംഗമായ അദ്ദേഹത്തിന് യാക്കോബായ സഭയുടെ കമാൻഡർ ഷെവലിയർ പദവികൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് 2 മണിക്ക് കോതമംഗലം ചേലാട് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് മൃതദേഹമുള്ളത്. തുടർന്ന് നാളെയായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോതമംഗലത്തായിരിക്കും നടത്തുക. ഈ വിധത്തിലാണ് ക്രമീകരണങ്ങൾ ഉള്ളത്. UDF രാഷ്ട്രീയത്തിലാണ് അദ്ദേഹം ദീർഘകാലവും പ്രവർത്തിച്ചിട്ടുള്ളത്. UDF രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ പൊതുവെ കോൺഗ്രസ് ഉൾപ്പെടുന്ന കേരള കോൺഗ്രസും ഉൾപ്പെടുന്ന മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായി എക്കാലത്തും പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖം മൂർജിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ UDF രാഷ്ട്രീയത്തിൽ, അതായത് ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉൾപ്പെടെ അദ്ദേഹം സജീവമായി രംഗത്തുണ്ടായിരുന്നു. കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി അംഗമായി പ്രവർത്തിക്കുകയും സജീവമായി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇടപെടുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. ഏറ്റവും ഒടുവിൽ പുതിയ UDF സർക്കാർ അധികാരത്തിൽ വരുന്നു. ആ ഘട്ടത്തിൽ അതിന്റെ ഭാഗമായ തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ സജീവമായി തന്നെ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പങ്കെടുത്തിരുന്നു എന്നതുകൂടി സവിശേഷതയാണ്. അങ്ങനെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു യുഗമാണ് യഥാർത്ഥത്തിൽ. ആ യുഗത്തിന് കൂടിയാണ് അന്ത്യമാകുന്നത് എന്നത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കേരള കോൺഗ്രസ് രാഷ്ട്രീയ ഏറ്റവും പ്രതാപകാലത്ത് സജീവമായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു. അത് തന്നെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ നിന്ന് പഞ്ചായത്ത് വാർഡ് മെമ്പർ മുതൽ പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ്, അതിനുശേഷം MLA 2 തവണ 2006, 2011 കാലയളവിൽ കോതമംഗലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. പിന്നീട് ചുരുങ്ങിയ കാലയളവാണെങ്കിൽ കൂടി മന്ത്രിയായി പ്രവർത്തിച്ചു. അങ്ങനെ സജീവമായി രാഷ്ട്രീയത്തിലും ജീവകാരുണ്യ മേഖലയിലുമൊക്കെ ഇടപെട്ട കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രത്തെ തന്നെ ജീവിതത്തിനൊപ്പം കൊണ്ടു നടന്ന ഒരാൾ കൂടിയാണ് വിടവാങ്ങിപ്പോകുന്നത്. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. TU കുരുവിള ഓർമ്മയാവുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട തലപ്പൊക്കമുള്ള ഒരു നേതാവായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. 2 തവണ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. അതിലൊരു തവണ മന്ത്രിയുമായി. സജോ ദേവസ്യ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.